അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്നും ജീവങ്കിലേക്കുള്ള വാസന. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. യുദ്ധം ജയിച്ച് മടങ്ങി വരുന്ന റോമൻ പട്ടാളക്കാർ വിജയാഹ്ലാദത്താൽ ഘോഷയാത്ര നടത്താറുണ്ട്. ഈ സമയത്ത് അടിമകളായി പിടിച്ചുകൊണ്ടുവരുന്ന ശത്രു സൈന്യവും ഈ ഘോഷയാത്രയിൽ നിർബന്ധമായും പങ്കെടുക്കണം. രാജപാതയിൽ കൂടിയുള്ള റോമൻ പട്ടാള പരേഡിൽ റോമക്കാരുടെ ദൈവം പൂമാലയണിഞ്ഞ് ഇരിക്കുന്നുണ്ടാകും. സുഗന്ധവർഗങ്ങൾ അവരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ എരിഞ്ഞുകൊണ്ടിരിക്കും. സുഗന്ധവർഗത്തിൻ്റെ പുക ഉയരുമ്പോൾ അതിൻ്റെ നറുമണം ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന റോമൻ പട്ടാളക്കാരും അടിമകളായി പിടിച്ചുകൊണ്ട് വരുന്ന ശത്രു പട്ടാളക്കാരും ഒരുപോലെ ശ്വസിക്കുന്നുണ്ടാകും. എന്നാൽ പ്രദക്ഷിണത്തിൻ്റെ ഒടുവിൽ അടിമയാക്കപ്പെട്ടവരെ കൊന്നുകളയും. ജയാളികളായ റോമൻ പട്ടാളക്കാർ അനേകം സമ്മാനങ്ങൾ മേടിച്ച് മാനിക്കപ്പെടുകയും വീണ്ടും അവർ ജീവിക്കുകയും ചെയ്യും. ശത്രുക്കൾ മരണത്തിലേക്കുള്ള വാസനയാണ് മണത്തതെങ്കിൽ ജയാളികൾ ജീവനിലേക്കുള്ള വാസനയാണ് മണത്തത്. ഇതുപോലെ തന്നെ സുവിശേഷം അറിയിക്കുന്ന പൗലോസ് ക്രിസ്തുവിന് സൗരഭ്യവാസനയാണ്. അവൻ അറിയിക്കുന്ന സുവിശേഷം അനുസരിക്കുന്നവർ നിത്യമായി ജീവിക്കുവാൻ ദൈവഭവനത്തിൽ എത്തിപ്പെടുന്നു. അവനറിയിക്കുന്ന സുവിശേഷം അനുസരിക്കാത്തവർ മരണശേഷം നിത്യമായ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴേണ്ടി വരുന്നു. ഈ അർത്ഥത്തിലാണ് പൗലോസ് 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ എഴുതിയത്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്നും ജീവങ്കിലേക്കുള്ള വാസന തന്നെ. ദൈവവചനത്തിൻ്റെ അഥവാ സുവിശേഷത്തിൻ്റെ പ്രത്യേകത നശിച്ചു പോകുന്നവർക്കത് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണ്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം അഥവാ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികളെ ആ വചനം ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും സാത്താനിൽ നിന്നും എന്തിനേറെ നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കുന്നു. എന്നാൽ ദൈവവചനം അനുസരിക്കാതെ അതിനെ ഉപേക്ഷയായി വിചാരിച്ച് വചനത്തെ നിന്ദിക്കുന്ന വ്യക്തികൾക്ക് വചനം അഥവാ സുവിശേഷം ഭോഷത്വമായും പ്രയോജനമില്ലാത്തതായും തോന്നുന്നു. നിത്യനാശം മാത്രമാണ് അങ്ങനെയുള്ളവരെ കാത്തിരിക്കുന്നത്. എന്നാൽ വചനത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കുകയും അവൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കുകയും ദൈവഭയത്താൽ പാപത്തെ വെറുക്കുകയും പാപസ്വഭാവം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അനന്തരഫലമോ ഈ ഭൂമിയിൽ സമാധാനവും സന്തോഷവും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനും മരണാനന്തര ജീവിതത്തിൽ ദൈവത്തോടൊപ്പം ജീവിക്കുവാനും യോഗ്യരായി തീരുകയും ചെയ്യുന്നു. നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവമക്കൾ ജയിക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവപ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് യഹോവ കൽപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമാണ്. പാപം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ കിടക്കുകയാണ്. ലക്ഷ്യം കണ്ടിട്ടല്ലാതെ പാപം നമ്മെ വിട്ടു പോവുകയില്ല. നാം പാപിയായി തീരണം, അതാണ് പാപത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാചിനെ അഥവാ ദുരാത്മാവിനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലാതാനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു.
ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ഇവിടെ നാം വായിച്ച ഒരു ദുരാത്മാവ് അഥവാ അശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഇറങ്ങിപ്പോയി. മറ്റൊരു താമസ സ്ഥലം ലഭിക്കും എന്നോർത്താണ് അവൻ ഇറങ്ങിപ്പോയത്. എന്നാൽ ആരുടെയും ഹൃദയത്തിൽ കടന്നുകൂടുവാൻ അവന് സാധിക്കാത്തതിനാൽ താൻ ആദ്യം പാർത്ത വ്യക്തിയുടെ ഹൃദയത്തിൽ കയറിക്കൂടുവാൻ ശ്രമിച്ചപ്പോൾ അതിനും സാധിച്ചില്ല. ആ മനുഷ്യൻ തൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തതിനാൽ ശുദ്ധമായ ഒരു ഹൃദയമായി മാറുകയും യേശുവിൻ്റെ സംരക്ഷണം ആ ഹൃദയത്തിന് ലഭിക്കുകയും ചെയ്തു. ആകയാൽ ആ മനുഷ്യനിൽ നിന്നും പോയതിനു ശേഷം മടങ്ങി വന്ന അശുദ്ധാത്മാവ് വീണ്ടും പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ദുരാത്മാക്കളെ വിളിച്ചുകൊണ്ടുവന്നു. എന്നിട്ടും ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആദ്യത്തെ ഒരു അശുദ്ധാത്മാവും കൂട്ടിക്കൊണ്ടുവന്ന 7 ദുരാത്മാക്കളും ആ മനുഷ്യൻ്റെ ഹൃദയത്തിന് മുൻപിൽ കാത്തു കിടക്കുകയാണ് അവസരം ലഭിക്കുവാൻ. കായിനോടും നമ്മോടും കർത്താവിനൊന്നേ പറയാനുള്ളൂ: അവസരം കാത്ത് ദുരാത്മാക്കൾ നമ്മുടെ ഹൃദയവാതിലിന് മുമ്പിൽ കിടക്കുന്നുണ്ട്. നാമോ അതിനെ കീഴടക്കണം. നാം അതിനെ കീഴടക്കിയില്ല എങ്കിൽ ദുരാത്മാക്കൾ നമ്മെ കീഴടക്കുകയും നമ്മെ പരസ്യക്കോലമാക്കി തീർക്കുകയും ചെയ്യും. സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ കടക്കുന്നതിനായി വളരെയധികം പ്രലോഭനങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കൊണ്ടുവരും. പല ശബ്ദങ്ങൾ നമ്മെ കേൾപ്പിക്കും. ഇതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ കടന്ന് നമ്മെ അവൻ്റെ സന്തതിയാക്കണം. എന്നിട്ട് നമ്മെ ഉപയോഗിച്ച് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിനെതിരെ പ്രവർത്തിക്കുന്നവരാക്കി തീർക്കണം. ഇതാണ് അശുദ്ധാത്മാക്കളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്: സകല ജാഗ്രതയോടും ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന്. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ്റെ പ്രലോഭനം നാം ഏദൻ തോട്ടത്തിൽ കണ്ടതാണ്. ദൈവം തരുന്ന ഉപദേശത്തിന് എതിരായ ഉപദേശമാണ് സാത്താൻ തരുന്നത്. ദൈവത്തെ കള്ളനാക്കുവാൻ ശ്രമിക്കുന്ന ഭൂലോക കള്ളനും വഞ്ചകനുമാണ് സാത്താൻ. സാരമില്ല, നിന്റെ കണ്ണ് തുറക്കും എന്ന് ദൈവം അറിയുന്നു. നീ ദൈവത്തെപ്പോലെ ശക്തനാകും എന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന പഴം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചത്. നീ ധൈര്യമായി തിന്നുകൊള്ളുക. ഇതായിരുന്നു സർപ്പത്തിൻ്റെ തന്ത്രം. ദൈവവചനത്തിനെതിരെ ജീവിക്കുവാനുള്ള ഒരു ചിന്തയോ തോന്നലോ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരികയും ദൈവവചനം ഈ കാലഘട്ടത്തിൽ അനുസരിച്ചാൽ മറ്റുള്ളവരെ പോലെ വലിയ ഉയർച്ച ലഭിക്കാതെ പോവുകയും ദൈവവചനം അനുസരിച്ചാൽ ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുവാൻ കഴിയുകയില്ല എന്നിത്യാദി ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് നമ്മെ ചിന്താകുലരാക്കി തീർക്കുകയും ഒടുവിൽ ചിന്താകുലത്തിൽ നിന്നും പുറത്തു വരുവാൻ സഹായിക്കുമെന്ന ചിന്തയാൽ നാം സാത്താൻ്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോവുകയും മടങ്ങി വരുവാൻ കഴിയാത്ത വിധം സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ താവളം ഉറപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ നാം ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ബൈബിൾ വായിക്കുവാനോ താല്പര്യം തോന്നാത്ത വിധം നാം ലോക ഇമ്പങ്ങൾക്കും ഫാഷനും അടിമകളായിത്തീരുന്നു. ആ യാത്ര അവസാനിക്കുന്നത് ശവപ്പെട്ടിയിലും അവസാനം ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലുമായിരിക്കും. സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ കടന്നാൽ നമ്മുടെ ആത്മക്കണ്ണുകൾ അവൻ കുരുടാക്കും. നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അവൻ നഷ്ടമാക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നാം സാത്താനെ ജയിക്കണം. അതിന് നാം ചെയ്യേണ്ടത് ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്നതാണ്. അപ്പോൾ സാത്താന് അഥവാ പാപത്തിന് നമ്മുടെ ഹൃദയവാതിലിന് മുമ്പിൽ കിടക്കുവാൻ കഴിയുകയില്ല. നമുക്ക് സാത്താനെ ജയിക്കുവാൻ കഴിയുകയും ചെയ്യും. നമുക്ക് ജയിക്കേണ്ടത് ലോകത്തെയാണ്. ദൈവത്തിൽ നിന്നും ജനിച്ചതൊക്കെയും അഥവാ മാനസാന്തരപ്പെട്ട് പാപത്തെ ഉപേക്ഷിച്ച് സ്നാനം മുങ്ങുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവരൊക്കെയും ലോകത്തെ അഥവാ പാപത്തെയും ഫാഷനെയും സാത്താനെയും ജയിക്കുന്നുവെന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും ദൈവവുമായി സംസാരിക്കുവാൻ കഴിയാത്ത വിധം നിർജീവമായ അഥവാ മരിച്ച മനുഷ്യാത്മാവ്, ആത്മമരണം സംഭവിച്ച മനുഷ്യൻ
സുവിശേഷം കേൾക്കുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് സുവിശേഷം അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനം എടുക്കുകയും യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച ഹൃദയത്തിൽ യേശുവിനെ ഭരിക്കുവാനുള്ള അനുമതി നൽകുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് ആ വ്യക്തിയുടെ പാപം യേശുവിൻ്റെ രക്തത്താൽ ക്ഷമിക്കുകയും ആ വ്യക്തിയുടെ ആത്മാവുമായി വീണ്ടും വിനിമയം നടത്തുവാൻ തക്കവണ്ണം ആ വ്യക്തിയുടെ ആത്മാവിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ജീവൻ ലഭിക്കുന്ന വ്യക്തി മനുഷ്യൻ്റെ ഇഷ്ടത്താലോ ജഡത്താലോ അല്ല ജനിക്കുന്നത്, ദൈവത്തിൽ നിന്നുമാണ് ജനിക്കുന്നത്. ഇങ്ങനെ ജീവൻ വയ്ക്കുന്ന അവസ്ഥയ്ക്ക് അഥവാ ജനിക്കുന്ന അവസ്ഥയ്ക്കാണ് വീണ്ടും ജനനം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥയ്ക്കാണ് നാം മുൻപ് കേട്ടതുപോലെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇവിടെ മരിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള മനുഷ്യനിൽ ദൈവവുമായി സംസാരിക്കുവാനോ ബന്ധപ്പെടുവാനോ ആശയവിനിമയം നടത്തുവാനോ കഴിയാത്ത പാപിയായ വ്യക്തിയുടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ആത്മാവിനെയാണ്. നാം പാപം ചെയ്യരുതെന്ന് ബൈബിൾ നിർബന്ധിക്കുന്നതിന് കാരണം നമ്മുടെ ആത്മാവ് ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയാത്ത വിധം നിർജീവമായി അഥവാ മരിച്ച അവസ്ഥയിൽ ആയിത്തീരും എന്നതിനാൽ ആണ്. എന്നാൽ യഥാർത്ഥമായി വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ആ വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവസാന്നിധ്യം ആ വ്യക്തിയെ വിട്ടു പോകും. വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അത് സഹിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ നിരപ്പ് പ്രാപിക്കാതെ മുൻപോട്ട് പോവുകയും ലോക ഇമ്പങ്ങൾക്കൊത്തവണ്ണം കണ്ണുകളെയും ചെവികളെയും ഏൽപ്പിച്ചു കൊടുക്കുകയും ലോകത്തിൻ്റെ മാലിന്യങ്ങൾ സാവകാശം ആത്മാവിൽ കടക്കുകയും ക്രമേണ വീണ്ടും ആത്മീക മരണം ആത്മാവിന് സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ അത് വലിയ കഷ്ടത്തിലായിരിക്കും നമ്മെ എത്തിക്കുക. നാം സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നാൽ ലോക ഇമ്പം ഹൃദയത്തിൽ കടക്കാതെ വണ്ണം നമ്മുടെ ചെവിയെയും കണ്ണിനെയും വായെയും ബുദ്ധിയെയും ദൈവാത്മാവ് കാത്തു സൂക്ഷിക്കും. നാം ചെയ്യേണ്ടതൊന്നു മാത്രം: വചനം വായിക്കുക. ദൈവവചനമായ ബൈബിളിൽ നാം അനുസരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി ഒന്നുപോലും ഉപേക്ഷിക്കാതെ അനുസരിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. ലോകത്തെ ജയിക്കുവാൻ നാം ചെയ്യേണ്ടത് ഇതാണ്. നാം ദൈവകൽപ്പനകൾ ഉപേക്ഷിക്കാതെ അനുസരിച്ചാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യമാണ് നാം കേട്ടത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വന്ന് വാസം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ദൈവാത്മാവ് നമ്മെ നാം നടക്കേണ്ടുന്ന വഴികളും ഇരിക്കേണ്ടുന്ന സ്ഥലങ്ങളും പറയേണ്ടുന്ന വാക്കുകളും കേൾക്കേണ്ട കാര്യങ്ങളും കൃത്യമായി പഠിപ്പിക്കുകയും സകല സത്യത്തിലും നമ്മെ വഴി നടത്തുകയും അങ്ങനെ നാം ആത്മീയമായി വളരുകയും ക്രിസ്തു എന്ന തലയോളം നാം വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നു. ആത്മീക മനുഷ്യൻ്റെ ആഹാരമാണ് ദൈവവചനം. വെള്ളവും പ്രാണവായുവുമാണ് പരിശുദ്ധാത്മാവ്. പ്രാർത്ഥനയാണ് ദൈവത്തോടുള്ള സംഭാഷണം. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുന്നു. നാം ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ബൈബിൾ വായനയും അനുസരണവുമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ജൽപ്പനം എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ദൈവത്തിന് ആജ്ഞ കൊടുക്കുന്ന അതര വ്യായാമമായി പ്രാർത്ഥന അപ്പോൾ അധപ്പതിക്കുന്നു. ആ പ്രാർത്ഥന കൊണ്ട് നമുക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവവചന വായനയും ദൈവ ആത്മാവിനെ അനുസരിക്കുന്ന സ്വഭാവവും ദൈവത്തോട് സംസാരിക്കുന്നതിന് സമയം കണ്ടെത്തുന്ന നല്ല ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ ലോകത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയും. ഇപ്രകാരം ജയിക്കുന്ന വ്യക്തികൾ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. അവർ രക്ഷിക്കപ്പെടുവാൻ മുഖാന്തരമായി തീർന്ന അതേ വചനം, അതേ സുവിശേഷം തന്നെയാണ് രക്ഷിക്കപ്പെടുവാൻ മനസ്സില്ലാതെ വചനത്തെ ഉപേക്ഷിക്കുന്ന വ്യക്തികളും കേൾക്കുന്നത്. എന്നാൽ കേൾക്കുന്ന വചനം അനുസരിക്കുന്നവർ നിത്യനാശത്തിൽ നിന്നും പാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും വചനം അനുസരിക്കാത്തവർ അതിക്രമങ്ങളാലും അവരുടെ പാപങ്ങളാലും മരിച്ചവരായി തന്നെ തുടരുകയും ചെയ്യുന്നു. ഒടുക്കം അവർ നിത്യനാശത്തിൽ പതിക്കുന്നു. സുവിശേഷം അറിയിക്കുന്ന പൗലോസ് പറയുകയാണ്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലും സുവിശേഷം അറിയിക്കുന്നവർ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. കാരണം സുവിശേഷം കേൾക്കുമ്പോൾ സുവിശേഷം കേട്ടനുസരിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് ആ സുവിശേഷം ആശ്വാസവും സമാധാനവും നിത്യജീവനും കൊടുക്കുന്നു. എന്നാൽ സുവിശേഷം
കേൾക്കുമ്പോൾ സുവിശേഷത്തെ നിന്ദിക്കുകയും സുവിശേഷം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന് തന്നെയുമല്ല, അവർക്കത് അരോചകമായി തോന്നുകയും ഒടുക്കം നിത്യ മരണമായ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ അവർ വീഴുകയും ചെയ്യുന്നു. രണ്ട് കൂട്ടർക്കും ദൈവം ജീവൻ നൽകുന്ന സുവിശേഷം കൊടുക്കുന്നുണ്ട്. അത് സ്വീകരിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമ്പോൾ സുവിശേഷം തള്ളിക്കളയുന്നവർക്ക് നിത്യനാശം വന്ന് ഭവിക്കുന്നു. ആകയാൽ നമുക്ക് സുവിശേഷം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്ത് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിത്തീരാം. നിത്യനാശത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ പാപത്തെയും ലോകത്തെയും ദൈവവചനം അനുസരിച്ചുകൊണ്ട് നമുക്ക് ജയിക്കാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.